ഹായ് ഫ്രണ്ട്സ്, നല്ല ഈസി ആയിട്ട് എളമ്പക്ക കൊണ്ടൊരു വറവാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1-2 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് നമ്മളുടെ എളമ്പക്ക മാറ്റാം, അതായത് കക്ക. 2 പിടിയോളുണ്ട്. ഇനി ഇതിലിട്ട് നമ്മൾ നേരത്തെ ചതച്ച പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പോളം തേങ്ങ, ഒരു ഉള്ളി നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തത്, അതേപോലെ തന്നെ മാങ്ങ, പച്ചമാങ്ങയാണ്. പുളി ഉള്ള മാങ്ങയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിപ്പോൾ പുളി കുറഞ്ഞ മാങ്ങയാണ്, അത് കാരണമാണ് ഇത്രയും ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂണോളം മുളക് പൊടി, ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ കക്കയും ഉള്ളിയും പച്ചമുളകും മാങ്ങയും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വരണം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കാം, അടച്ചു വെച്ച് വേവിക്കാം. ഇതിൻ്റെ ഇടയിൽ സ്കിപ്പ് ചെയ്ത് പോയൊരു ഭാഗമുണ്ട്, അതായത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഒരു ടീസ്പൂണല്ല, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യം, അതായത് കൂടുതൽ വെള്ളമൊന്നും വേണ്ട, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നന്നായി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ കക്കയും മാങ്ങയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവിക്കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ നാടൻ ഡിഷിലൊക്കെ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഭാഗമുണ്ട്, അതാണ് കറിവേപ്പില. അപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള, അതായത് ഉമ്മ നടത്തില്ലാത്ത സമയത്ത് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്ന ഒരു ഡിഷാണിത്. എനിക്ക് എവിടെ ഇതിൻ്റെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ കാണാൻ പറ്റിയിട്ടില്ല. ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. താങ്ക് യു.